2-3 ദിവസം ലീവിന് ശേഷം ദേവട്ടം വീണ്ടും സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ അവനെ വണ്ടി കയറ്റാൻ പോവാണ്. സെക്കൻഡ് സാറ്റർഡേ ഒഴിച്ച് അവന് ശനിയാഴ്ചകളിൽ ക്ലാസ് ഉണ്ടാവാറുണ്ട്. ഈ സാറ്റർഡേ സഹോദരന്റെ എക്സാം നടക്കുന്നതുകൊണ്ടാട്ടോ അവന് ക്ലാസ് ഇല്ലാഞ്ഞത്. അങ്ങനെ ശനിയും ഞായറും തിങ്കളും കിട്ടിട്ടോ. ഞാൻ അവനെ ബസ് കയറ്റാൻ പോകുമ്പോ എന്നും ആനിമോളും കൂടെ പോരുട്ടോ. അങ്ങനെ അവനെ കയറ്റി വിട്ടത് അടുത്ത ആള് പോവാൻ നിൽക്കാണ് കേട്ടോ. അപ്പൊ ഏട്ടൻ പോവാൻ നേരത്തെ ആനിമോളുടെ മുടി കണ്ടിട്ടുണ്ട്. കുറെ ദിവസമായി ഞങ്ങളത് വെട്ടണം പറഞ്ഞു, പക്ഷെ നടക്കാറില്ലേ. അപ്പൊ തൽക്കാലം ഏട്ടൻ തന്നെ അത് മുൻകൈ എടുത്ത് നടത്തുകയാണ് കേട്ടോ. ഫ്രണ്ടിൽ കണ്ണിക്ക് തൂങ്ങുന്ന കുറച്ച് മുടി മാത്രമേ വെട്ടണുള്ളേ. മുടി കട്ടി വെക്കാൻ അതിന് സമ്മതിക്കൂല കേട്ടോ. അപ്പൊ പിന്നെ മുടി വെട്ടാതെ വേറെ നിവർത്തിയൊന്നും ഉണ്ടെന്നില്ലേ. അങ്ങനെ ഒരുവിധം പറഞ്ഞ് ഞങ്ങളുടെ മുടിയൊക്കെ ഒന്ന് വെട്ടിട്ടോ. ഇനി ബാക്കിയുള്ള ഭാഗം ഒന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പൊ അതിന് സമ്മതിക്കാൻ നോക്കാം. അമ്മേനെ കുട്ടി നല്ല സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കണ്ണാടിയിലൊക്കെ ഇങ്ങനെ കാട്ടി കൊടുക്കണ്ടോ. എന്നിട്ട് ഒരുവിധം വീണ്ടും ആ വെട്ടിയ ഭാഗം ഒന്ന് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടാളും ഇവിടെ. ആനിമോളെ മുടി വെട്ടാൻ സമ്മതിച്ചാൽ അച്ഛന്റെ മുടി ആനിമോക്കും വെട്ടാന്നുള്ള നിബന്ധനയിലാണ് കേട്ടോ ഞങ്ങൾ ആനിമോളെ മുടി വെട്ടിച്ചത്. അപ്പൊ ആനിമോളെ മുടി വെട്ടി കഴിഞ്ഞു വിടുന്നത് അവളത് മറന്നിട്ടില്ലേ. അപ്പൊ ഏട്ടന്റെ മുടി വെട്ടാൻ നിൽക്കാൻ കേട്ടോ. പിന്നെ അവളുടെ മുഖത്തൊക്കെ ആകെ മുടിയായപ്പോൾ അതൊക്കെ ഞാൻ പൗഡർ ഇട്ടാണ്ട് ശരിയാക്കി കൊടുക്കുകയാണേ. അങ്ങനെ മുടി മുറിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ആദ്യം അവളൊന്നും മടിച്ച് മുടി വെട്ടി ചെറിയൊരു സങ്കടം ഉണ്ട് കേട്ടോ അവൾക്ക്. എന്നാലും അവൾ കൂടെ വന്നിട്ട് അച്ഛനെ ഉമ്മൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടുട്ടോ. ഇപ്പൊ 2 ദിവസമായിട്ട് എപ്പോഴാ മഴ പെയ്യാന്ന് യാതൊരു പിടുത്തമില്ലാത്തതുകൊണ്ട് വേഗം അടുത്തതായിട്ട് അലക്കാനാണ് നിന്നിട്ടുള്ളത്. ഉള്ളത്തെ പരിപാടിയൊക്കെ പിന്നെ തീർക്കാന്ന് വിചാരിച്ചു. വാഷിംഗ് മെഷീൻ റെഡിയാക്കാത്തതുകൊണ്ട് അലക്കലേനെ കേട്ടോ ഇപ്പൊ ശരണായിട്ടുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് കേട്ടോ മഴയുടെ വരവ്. അതുകൊണ്ട് തന്നെ വെയിലൊന്നും നോക്കാതെ വേഗത തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാൻ പോയിട്ടുണ്ടേ. അതൊക്കെ കഴിഞ്ഞ് വേഗത ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ഓണത്തിന് തട്ടിക്കൊട്ടിയതാണ്. അപ്പോഴേക്ക് നമ്മളെ എട്ടലിന്റെ പരിപാടി തുടങ്ങിയാണ്. ഞാനും എന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ തട്ടിക്കൊട്ടണം എന്നുള്ള പ്ലാനിങ് കൊണ്ട് ബെഡ്ഷീറ്റ് ഒന്നും ഞാൻ രാവിലെ തന്നെ വിരിച്ചിട്ടിട്ടില്ലേ. എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേഗം അടിച്ച് തുടയ്ക്കാൻ നിന്നിട്ടുണ്ടേ. ആനിമോൾ അവിടെ കളിക്കുന്നതിൻ്റെ ഇടയിൽ കേട്ടോ ഞാൻ അടിച്ചൊരു തുടയ്ക്കാൻ വന്നത്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഞാൻ അടിച്ചൊരു തുടച്ച് കളിക്കുക, ഇനി നീ ഇപ്പം നിരത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടോ. പക്ഷെ അവളതൊന്നും പറയുന്നത് കേൾക്കണില്ലേ. ഞാൻ അവിടെ ഓരോന്ന് എടുത്തിക്കുന്നതിനനുസരിച്ച് അവൾ അവിടെ ഓരോന്നും നിരത്തിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ അവളെ മൈൻഡൊക്കെ ഞാൻ വേഗം എൻ്റെ പണിയിലേക്ക് കടന്നിട്ടുണ്ട്. അവസാനം എന്നോട് പറഞ്ഞു മടുത്ത് അവളിതാ എന്നോട് തെറ്റിപ്പോയിട്ടുണ്ടേ. കുറേ ദിവസമായിട്ട് പച്ചക്കറിക്കോട്ട ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കലിനും കേട്ടോ. പക്ഷെ ഇന്നൊന്നും നോക്കാതെ വേഗം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാനതൊക്കെ ക്ലീൻ ചെയ്യാൻ വന്നപ്പോഴേക്കും അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും കാണില്ലേ. അതൊക്കെ അവൾ കളിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. യാതൊരു രക്ഷയില്ലാഞ്ഞപ്പോൾ ഞാൻ അവൾക്കത് കളിക്കാൻ കൊടുത്തിട്ട് വേഗം പച്ചക്കറിയൊക്കെ എടുത്തിട്ട് എന്നിട്ടാണ് പിന്നെ തുടയ്ക്കാൻ നിന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.